ഹായ്, അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി മുട്ടക്കറിയായിരുന്നു. രാവിലെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ എഗ് കറി, അതായത് അഫ്ഗാനി എഗ് കറി ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇടിയപ്പവും ഈ ഒരു മുട്ടക്കറിയായിരുന്നു രാവിലെ. അപ്പോൾ ഈ ഒരു ഗ്രീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം 5 മുട്ട ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തു. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 4 സവാള, 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, മല്ലിയില, ഇതൊക്കെയാണ് എടുക്കുന്നത്. ഇവിടെ എരിവ് പിടിക്കാത്തതുകൊണ്ട് ഞാനൊരു 2 പച്ചമുളക് എടുത്തുള്ളൂ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം എണ്ണയിലോട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്ത്, പട്ട, ഗ്രാമ്പു, അതൊക്കെ ജീരകമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരിഞ്ഞ് വന്നതിന് ശേഷമാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം മല്ലിയിലയും കൂടി ഇട്ടിട്ട് അരപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പാനിൽ ഓയിൽ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ഇതിലോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട അതിലോട്ട് ചേർത്ത് കൊടുക്കും. ഇതിലോട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും നമുക്ക് ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി. അപ്പം ഞാൻ ചിക്കൻ മസാല ഉണ്ടായില്ല, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുട്ട ഒന്ന് ഞാനൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊരു ഷാലോ ഫ്രൈ പോലെ ഇങ്ങനെ ആക്കിയെടുത്തിരുന്നു. എന്നിട്ട് ഈ മുട്ട ഒന്ന് അരപ്പിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഈ കറിയിൽ തക്കാളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ടയും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് അരപ്പൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. ആ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ അരച്ചതിൻ്റെ ഒരു കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയാൽ നമ്മൾ നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഒരുപോലെ വെക്കുന്നതിന് പകരം ഇങ്ങനെ ഇത് എളുപ്പമാണ്. നമ്മൾ സവാള കുറേ നേരം ഒന്നും വഴറ്റണ്ട, ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതാണ്.